ഇവിടെ ഇപ്പോഴും വീടുകളിൽ പ്രസവം നടക്കുന്നുണ്ട്. അഖിൽമാരാരുടെ ചോരയ്ക്ക് പാഞ്ഞവരെന്ത് ഇത് ചർച്ചയാക്കാത്തത്? എന്ത് പറഞ്ഞു എന്നല്ല, ആര് പറഞ്ഞു എന്നാണ് ഇവിടെ വിഷയം. പ്രസവത്തെ സംബന്ധിച്ച് ഇത്തരം ചർച്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. പ്രസവം ഒരു രോഗമല്ല എന്ന് പറയുന്നത് ഗൈനക്കോളജിസ്റ്റുകളാ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇതൊക്കെ നാട്ടിലൊരു ടോക്കൺ. ഇതൊക്കെ ഇത്ര വലിയൊരു ഗൗരവ വിഷയമായിട്ടോ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടോ എടുക്കണോ? പ്രസവം ലഘുവായി നടത്തുന്ന സ്ത്രീകൾ ഉണ്ടാവാം, ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്രസവിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകാം. ശരി. ഇപ്പൊ എന്റെ അമ്മായിമ്മയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവര് 12 പ്രസവിച്ച ആളാ അമ്മായിമ്മ. അമ്മായിമ്മ പറയാറുണ്ട്, അവര് മറ്റേ ജന്മി പാട്ടം വരുന്ന വീട്ടിലത്തെയാണ്. പാട്ടം അളന്നുകൊണ്ടിരിക്കുമ്പോ പ്രസവവേദന വന്നു. ഞാൻ വേറൊരാളുടെ കൊടുത്തു. ഞാൻ പോയി ഇതേമാതിരി അകത്ത് പോയി ആളെ വിളിച്ച് പ്രസവിച്ചു. പിറ്റത്തെ ദിവസം വീണ്ടും ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിയാവേണ്ടി വന്നു. ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? യഥാർത്ഥ വിഷയത്തിലേക്ക് ചർച്ചകൾ പോകാതിരിക്കാൻ ചില പ്രത്യേക വിഷയം എടുത്ത് നമ്മൾ മുന്നിലിട്ട് ഇങ്ങനെ ഒരു മറയുണ്ടാക്കി വെക്കും. അത്രേ ഉള്ളൂ. ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പുറകെ ഇങ്ങനെ തൂങ്ങിപ്പോകുന്ന ഒരു സംസ്കാരം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അഖിൽമാരാർ പറഞ്ഞത് അഖിൽമാരാരുടെ അഭിപ്രായമായിട്ട് വിടുക. നീയാണല്ലോ കോടതി. ഇവിടെ ഇഷ്യൂ എന്താ ചർച്ച ചെയ്യേണ്ട വിഷയം എന്തായിരുന്നു? ഇവിടെ ഇപ്പോഴും വീടുകളിൽ പ്രസവം നടക്കുന്നുണ്ട്. അഖിൽമാരാരുടെ ചോരയ്ക്ക് പാഞ്ഞവരെന്ത് ഇത് ചർച്ചയാക്കാത്തത്? മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ പ്രസവം നടക്കുന്നത്. രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്. അഖിൽമാരാരുടെ പുറകെ പോകാതെ ഇത് പൂട്ടിക്കെട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോഴും വീടുകളിൽ പ്രസവം നടക്കുന്നു. അക്യൂപങ്ചർ എന്നോ എന്തൊക്കെയോ പേര് പറഞ്ഞുകൊണ്ട് പ്രാകൃതമായ പല കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഇപ്പോഴും വീട്ടിൽ പ്രസവം നടക്കുന്നു. അത് ചർച്ച ചെയ്യട്ടെ. ഞാൻ കൊണ്ട് അടുപ്പിൽ വെക്കട്ടോ. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.